ശൃംഗാരം ശംഖിൽ ചേരുമ്പോൾ ഈറൻ മാറുന്ന വെൺമലരേ, ഓരോരോ നാളും മിന്നുമ്പോൾ താനേ നീറുന്ന പെൺമലരേ. Willy White toothpaste. മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് Willy White toothpaste. ഒരു പാട്ട് പാടി തീർന്ന സമയം കൊണ്ട് ഇത്രയും പണിയെടുക്കുന്ന കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഈ വീട്ടിൽ കിടന്ന് എന്തോരം കഷ്ടപ്പെടുന്നെന്ന്. ശ്വേത ചേച്ചി, കെട്ടിക്കൊണ്ട് വന്നവൻ നേരെ ചൊവ്വയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? എടി ശ്രീവിദ്യ, എന്റെ കെട്ടിയോ വാഴയെ കയറാൻ വേണ്ടി നടക്കുന്നടി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ അണ്ണാന്റെ പെണ്ണും പിള്ളേന്ന്. അണ്ണാ പോകുമ്പോ പിടിച്ചിട്ടോണ്ട് പൊക്കളയല്ലേ. ഫിഗർ മാത്രമേ ഉള്ളു കറക്റ്റ്, വർക്കിംഗ് സിസ്റ്റം ഫുള്ള് വേറെയാണ്. എന്റെ അഖിലെ നിനക്കറിയാമോടാ, എന്റെ കെട്ടിയോൻ കുഞ്ഞാറ്റ വാഴ 3 കയറണോന്നും പറഞ്ഞ് റീൽസും ചെയ്ത് ഒരു പണിക്കും പോകാൻ നടക്കുന്നില്ല. എന്റെ ഒരു തലയിലെഴുത്ത്. നിങ്ങൾക്ക് എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്നെ ഒരു ഇച്ചിരി നേരം വലയെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അണലിയായിട്ട് സങ്കല്പിക്കണം. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. ഇങ്ങനെ ഉണ്ടല്ലോ, ഇതിനെല്ലാം കാരണം എന്റെ ഒരു കെട്ടിയോനാ. അങ്ങേരെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, ഞാൻ അങ്ങേരെ ഇങ്ങനെ എടുത്ത് ഇവിടെ വെച്ചിങ്ങനെ അലക്കി 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 പിഴിഞ്ഞു കൊടയും ഞാൻ. നീരാടും നേരം പൂക്കണ്ണുമായി നിൽക്കുന്നുവോ തീരത്തെ മന്ദാരം. കുഞ്ഞാറ്റെ, എന്തോന്നിത്? എന്തൊരു പൊയ്ക ഇത്. നാണ്ടാ കുഞ്ഞാറ്റെ, നിങ്ങൾ രാവിലെ എന്തൊരു കൂത്ത് കാണിക്കുന്നത്? ഇതെന്റെ പുതിയ കണ്ടന്റ് ആണ്. എന്തോന്ന്? കുഞ്ഞാറ്റയും ഏട്ടത്തെയും. എന്നിട്ട് ഇവിടെ ഏട്ടത്തി മാത്രമേ ഉള്ളല്ലോ, കുഞ്ഞാറ്റ എവിടെ പോയി? ഈ ഏട്ടായിയെ ഒന്ന് മൊത്തത്തിൽ എന്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു. നിങ്ങൾ രാവിലെ എന്തിനു മനുഷ്യ ഈ കിണറ്റിനകത്ത് എടുത്ത് ആടിയത്? നീ എന്തിനാണ് രാവിലെ എന്റെ ഷർട്ട് എടുത്ത് കണക്കിനകത്ത് ഇട്ടത്? അതുകൊണ്ട് ആ ഷർട്ടിന്റെ അകത്ത് ഞാനുണ്ടായിരുന്നു. ദൈവമേ, അതല്ല അഖിലേ, കിണറ്റിനകത്തൊന്ന് പ്ലും എന്നൊന്ന് കേൾക്കുന്നതിന് പകരം ബ്ലും എന്ന് കേട്ടത്. അന്നേരേ ഞാൻ ഓർത്ത്, എന്നാ നിങ്ങൾ വീണതോ വീണ്, നിങ്ങൾക്ക് ഇങ്ങനെ കയറി പോന്നൂടായിരുന്നോ? ഞാൻ ആ കിണറ്റിന്റെ അകത്ത് കിടന്ന് കണ്ടന്റ് തപ്പുമായിരുന്നു. കണ്ടന്റ് കിണറ്റി കിടക്കുന്ന പിന്നെ നിങ്ങൾ കണ്ടെത്തി തപ്പാൻ പോയ എന്തിനു മനുഷ്യ? തപ്പുമല്ലായിരുന്നു, കണ്ടന്റ് കണ്ടന്റ്. എന്നിട്ട് കിട്ടിയാ കണ്ടന്റ്? ഇല്ല, ഉള്ള കണ്ടന്റ് നനഞ്ഞ്. നനയും. എങ്ങനെ നനയാതിരിക്കും? നിങ്ങൾ ഒരു പണിക്കും പാതി ഇങ്ങനെ റീലും ചെയ്ത് നടന്നോ? ഇടി ഞങ്ങൾ റീൽസ് എടുക്കുന്നവരെ കുറ്റം പറയല്ലേ. എടി, നമ്മുടെ വാഴ 2 റീൽസിലൂടെയാണ് കേറി പിള്ളേർ നായകന്മാരായത്. ഞാൻ വാഴ 3 കേറിയിട്ട് വാഴ 3 കുഞ്ഞാറ്റ തൂക്കും. ചൂലെടുത്ത് ഇവിടെ ഒന്ന് തൂക്ക്. താണ്ടെ ഞാൻ ഇവിടെ കിടന്ന് നിങ്ങളുടെ ഈ ഷർട്ടും മുണ്ടും എല്ലാം അലക്കി തേച്ച് തരുന്ന്, നിങ്ങൾ അത് വിട്ട് റീലും ചെയ്ത് കിടക്കുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ? ആര് പറഞ്ഞ് പ്രയോജനമില്ലെന്ന്? എടി, അതുകൊണ്ടല്ലേ എന്റെ വീഡിയോയുടെ താഴെ കോസ്റ്റ്യൂം കർട്ടൻ ശാന്തമ്മ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നു. ഇങ്ങേർക്ക് ഓരോന്ന് എഴുതി വെച്ചാ മതി. ഓരോരുത്തന്മാർ അതിന്റെ താഴെ വന്നിടുന്ന കമന്റ് കാണണം. ശാന്തമ്മ ചേച്ചി, ചേച്ചിയുടെ കർട്ടസി അല്ല ഞാൻ. അങ്ങനെ കമന്റ് ഇടുന്നവനെ എനിക്കൊന്ന് കാണണമല്ലോ. ആഹാ, നിങ്ങൾക്ക് കമന്റ് ഇടുന്നവരെ കണ്ടാ മതി. നിങ്ങൾക്ക് ഇപ്പൊ എന്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല. ആര് പറഞ്ഞു? നീ എന്റെ മുത്തല്ലേ. എന്നിട്ട് നാട്ടുകാർ അതല്ലല്ലോ പറയുന്നേ. നിങ്ങൾ മുത്തും, ഞാനത് കോർക്കുന്ന സൂചിയാണ്. ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാർ സത്യം പറയാറുണ്ട്. നാട്ടുകാർ അങ്ങനെ പറയട്ടെ. എനിക്ക് ഒരു തൊട്ടി വെള്ളം കോരിത്തരാൻ ഇവിടെ ആരുണ്ട്? ഞാൻ അല്ലാതെ പിന്നെ ആര്? അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ലൊരു ചുരിദാർ ആര് വാങ്ങിച്ചു തരും? ഞാൻ അല്ലാതെ പിന്നെ ആര്? അങ്ങനെയാണെങ്കിൽ ജലജയം കൊണ്ട് സിനിമയ്ക്ക് പോയത് ആര്? ഞാൻ അല്ലാതെ പിന്നെ ആര്? എനിക്കറിയാടോ, എനിക്കറിയാം. ചുമ്മാതല്ല നിങ്ങൾ പാദയാത്ര ആ ജലജയുടെ പറമ്പിൽ കിടന്ന് നിരങ്ങുന്നത്. അയ്യോ, അത് നിരങ്ങിയതല്ലടി, ഞാൻ ഒരു കൊളാബ് ചെയ്യാൻ പോയതാ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി. ആ വന്ന നാളിലെങ്ങാണ്ട് ഇങ്ങനെ എന്റെ കൂടെ ഒരു കൊളാബ് ചെയ്തതല്ലാതെ പിന്നെ ഇന്ന് വരെ ഈ മനുഷ്യൻ എന്റെ കൂടെ ഒരു കൊളാബ് നിന്നോടെ കൊളാബ് ചെയ്യുമ്പോ എനിക്ക് റീച്ച് ഇല്ല. ഭയങ്കര റീച്ചാണ്. ഞാൻ ഉടനെ ഒരു 1 മില്യൺ കേറും. ആ കാല് ഞാൻ വെട്ടും. നിങ്ങൾ അവളുടെ കൂടെ 1 മില്യൺ അടിക്കാൻ പോകുമ്പോ നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ 2 മില്യൺ ഉള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഫോണൊന്നും ഇല്ലാത്ത നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നീ വന്നേ. എടി, ഇന്നലെ രാത്രി ഞാൻ കവലേന്ന് വരുമ്പോളേ ഒരുത്തൻ എന്നെ തൂണിട്ട് പഴമെന്ന് വിളിച്ചടി.
ഏത് പേത്തലേനാടാ അത്? ഇങ്ങനെ ജൂണില്ലാതെ കെട്ടാത്തന്റെ അറിയുടെ ഇങ്ങനെ ഒരു പഴമാണ്. അതല്ലെന്ന് ടൂണിട്ട് പഴമെന്ന് വിളിച്ചെന്ന്. ചൂടിട്ട് പഴമെന്ന് വിളിച്ചോ? എങ്ങനെ മനസ്സിലായില്ലേ? ഏ ബനാനെ ഒരു പൂ തരാമോ, ഏ ബനാനെ ഒരു കായ് തരാമോ. നിങ്ങൾ അവന് കൊടുത്താ? കൊടുത്തോന്നാ പൂവും കായും കൂവും ചേർത്ത് കൊടുത്തിട്ടു. നിങ്ങള് കണ്ടവന് കൊടുത്തോണ്ട് നടന്നോ? നിനക്കൊക്കെ അറിയാമോ ഞാനും എന്റെ മക്കളും എങ്ങനെ ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നത്? അതെനിക്കറിയാം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് അങ്ങനാന്നോ അങ്ങനാന്നോ കുഞ്ഞേറ്റ ഞാൻ ആഹാരം കഴിക്കുന്നേ? നീയാണ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുക. നിങ്ങൾ എന്നെ കളിയാക്കിക്കൊണ്ട് നടന്നു. ഇങ്ങേര് കൊളാബെന്നും പറഞ്ഞ് ഇവിടുന്ന് പോകുമ്പോ ഇങ്ങേരെ ഇളയ ചെറുക്കനുണ്ടല്ലേ, അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയും. ശരി, അങ്ങനാണെങ്കിലേ എന്റെ ഒരു കോമഡി റീൽ എടുത്ത് അവനെ കാണിച്ചാ പോരേടി. ഞാൻ കാണിച്ചു കൊടുത്തു ചേച്ചി. ചുമ്മാ ചിണുങ്ങി കരഞ്ഞോണ്ടിരുന്ന ചെറുക്കനാ ഇപ്പൊ നെഞ്ചു തടിച്ചു ഇവിടെ കിടന്ന് നിലം വിളിക്കുവാ. അല്ലേ നീയൊക്കെ എനിക്കൊരു ശല്യമായിപ്പോ. എന്തോ നിങ്ങൾ പറഞ്ഞേ? നീ ഒരു ശല്യമാണെന്ന്. ഞാനും എന്റെ മക്കളും ഇപ്പൊ ഇങ്ങൾക്ക് ശല്യമാണ്. ഇങ്ങനെ കെട്ടുന്നതിന് മുമ്പ് എന്നോട് എന്തോ പറഞ്ഞറിയാവോ? നിന്നെ ഞാനങ്ങ് ഉയരങ്ങളിലെത്തിക്കും. ആ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് കേട്ടാ. ശരിയാ. ഇവിടെ വർഷാവർഷം വെള്ളപ്പൊക്കം വരുമ്പം ഞാനും എന്റെ മക്കളും ഈ പെരപ്പുറത്താ കയറിയത്. അത് മാത്രോ, ഞാൻ പഠിക്കാൻ പോകുമ്പോ ഇങ്ങനെ ഒരു പ്രത്യേകതര ശബ്ദം ഉണ്ടാക്കി എന്റെ പുറകെ വരുവായിരുന്നു ചേച്ചി എന്നെ വളയ്ക്കാൻ. അയ്യോ, പ്രത്യേകതര സൗണ്ട് അല്ല, ഞാൻ നനഞ്ഞ വള്ളിച്ചെരുപ്പിട്ടിട്ട് നടന്നു വന്നാ. അതായിരുന്നോ? ഞാൻ വിചാരിച്ചു എന്നെ ആകർഷിക്കാൻ വേണ്ടി ശബ്ദം ഉണ്ടാക്കുന്നതാണ്. ആകർഷിക്കാൻ പറ്റിയ ഞാൻ ഒന്ന് പറയും. എടി, നിന്നോട് സംസാരിച്ച് സമയം കളയാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ റീൽസ് ചെയ്ത് ബിമിന്ദാ സാറിന് അയച്ചു കൊടുത്തിട്ട് എങ്ങനെയും വാഴ 3 കേറും. എന്റെ കിണപിടിച്ച മനുഷ്യ, അതിന് റീൽസ് മാത്രം ചെയ്താ പോരാ. ഇമോഷനുള്ള അഭിനയ സാധ്യതയുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ അങ്ങോട്ട് ചെയ്യണം. അയ്യോ, അതിനിപ്പോ ഞാൻ എന്തിനും. ഇപ്പൊ ഞാനൊരു സന്ദർഭം തരാം, നിങ്ങൾ അഭിനയിച്ച് കാണിക്കാവോ? റീൽസ് കിങ് ആണ് ഞാൻ, അഭിനയിച്ച് തകർത്തിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെൻഷൻ വാങ്ങിക്കുന്ന മുത്തച്ഛനില്ലേ, ആ മുത്തച്ഛൻ പനി പിടിച്ച് വിറച്ച് ചുമച്ച് കൊരച്ച് കുരുങ്ങി ചാവാ കിടക്കുന്നു. അതിന്റെ റിയാക്ഷൻ ഒന്ന് കാണിച്ചേ. മുത്തച്ഛൻ കെട്ടുകാഴ്ചക്ക് പോയെന്നല്ല, ചാവാ കിടക്കുന്നാ ഞാൻ പറഞ്ഞ. അത് കാണിക്കൂ. ആ കിളവൻ എങ്ങനെ കിടന്നാലും എനിക്ക് ഈ എക്സ്പ്രഷൻ ഒക്കെ വരുള്ളൂ. അഭിനയിക്കണം. അപ്പൊ ഞാൻ അഭിനയിക്കാം. ആര് വീഡിയോ എടുക്കും? എടുക്കുവോ? ഓക്കെ അല്ലേ? ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ആ കണ്ണീർ പുഴയിൽ ഞാനങ്ങ് ഓലി മര്യാദക്ക് വീഡിയോ എടുക്കും. ഞാൻ അഭിനയിച്ചോളാം. മുത്തച്ഛൻ എന്ത് പറ്റി? എത്ര പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ കണ്ണി എന്തോന്ന് കുരുവാ. മുത്തച്ഛൻ ചാവാ കിടക്കുന്ന മുത്തച്ഛന്റെ പൂമ്പാറ്റ വന്നിരിക്കുന്നു. കുഞ്ഞാറ്റ മുത്തച്ഛ, എന്റെ മുത്തച്ഛ. എന്റെ കുഞ്ഞാറ്റ കരയല്ലേ, എന്റെ കുഞ്ഞാറ്റ കരയല്ലേ, എന്റെ കുഞ്ഞാറ്റ കരഞ്ഞ എനിക്ക് വിഷമാ. എന്റെ കുഞ്ഞാറ്റ കരയും, എന്റെ കുഞ്ഞാറ്റ കരയോ. എന്റെ കുഞ്ഞാറ്റക്ക് മുത്തച്ഛനോട് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. സ്നേഹം കൊണ്ടല്ല, ബൂട്ടിൽ കമ്പ് കുത്തി കയറിയ കരയും. ഫ്രീയാണെങ്കിൽ ഒന്ന് കുതിത്താടി. നിങ്ങളുടെ ഫോണിനകത്ത് ആരാണ്ട് വിളിക്കുന്ന മനുഷ്യ. അയ്യോ, മൂട്ടിക്കമ്പ് കയറിയാലോ അറിഞ്ഞോടി. ലൈവ് പോയി കാണും. ഹലോ ഹലോ, സത്യമാണോ? അയ്യോ സാർ, അങ്ങനെ പറയല്ലേ. ഹലോ, എന്താ കുഞ്ഞാറ്റെ? മൂട്ടിൽ കമ്പ് കയറിയേക്കാളും വേദനയുണ്ട് ഇപ്പൊ എനിക്ക്. എന്താ ക്രീം ബിസ്ക്കറ്റിന്റെ വില കൂടിയോ? സാർ സംഘം എന്നെ ചതിച്ചു. എന്ത് പറ്റി? വാഴ 3-ൽ പ്രധാന കഥാപാത്രം 4 സ്ത്രീകളാണെന്ന്. ആഹാ, അങ്ങനാണോ? നിങ്ങൾ ആ ഫോണിങ് എടുത്തേ. അതിലൊരു കഥാപാത്രം ഞാനായാലെന്താ പുളിക്കുവോ? ഇനി തൊട്ട് കുഞ്ഞാറ്റ തുണി അലക്കും, ഞാൻ റീൽ ചെയ്യും. Nice. Cut.
കാത്തിരുന്ന ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഈ ഒരു കോമ്പിനേഷൻ. ഇടയ്ക്ക് ഒരിക്കൽ ഒരു സ്കിറ്റ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇതെങ്ങനെ സ്ഥിരമാക്കിക്കോ എന്നുള്ളത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എന്നത്തെ പോലെ ഇത്തവണയും ഇവർ ഞങ്ങളെ ചിരിപ്പിച്ചു. ഷുട്ടുവിന്റെ ആ കൗണ്ടർ ഇട്ടിട്ട് അഞ്ജനയ്ക്ക് ചിരി വന്നോ ചെയ്തോണ്ടിരുന്നപ്പോ ആ റീച്ചിന്റെ കാര്യം പറഞ്ഞ മുഖത്തൊരു ചിരി കണ്ടായിരുന്നു. അഞ്ജന ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സുബീഷ് നിനക്ക് പേര് തെറ്റിയതല്ലടാ പൂമ്പാറ്റേത്. പൂമ്പാറ്റ പറഞ്ഞിട്ട് അല്ല കുഞ്ഞാറ്റ. യഥാർത്ഥത്തിൽ തെറ്റി. അല്ല പക്ഷെ ഡാൻസ് രണ്ടുപേരും നന്നായി ചെയ്തു. ആൻഡ് സുബീഷിന്റെ ഡാൻസ് പിന്നെ നമ്മൾ ഓൾറെഡി എന്ത് ഫ്ലെക്സിബിൾ ആണ്, നന്നായി ചെയ്തു. ചേച്ചി ഇത് കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ട് കൊച്ചു കുഞ്ഞിന്റെ അച്ഛനൊരു ഒരു റൗണ്ട് ഇങ്ങനെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് വഷളാക്കല്ലേ. കൊച്ചു കുഞ്ഞിന്റെ അച്ഛൻ ഇന്നൊരു കച്ച വാങ്ങാൻ പോവും. അടിപൊളിയായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടീമിനൊന്നും പറയാനില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന് ഞങ്ങൾ തന്നെ എന്തിനാണ് തള്ളുന്നത്? ഞങ്ങൾക്കറിയാം ഇവര് അടിപൊളിയാണ്, എല്ലാരും ചിരിക്കണം, നമ്മൾ കണ്ടു, നമുക്ക് സന്തോഷം, ഞങ്ങൾക്ക് ബാറ്ററി കാണണം. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് മൗനം വിദ്വാനുഭൂഷണം. എന്തേട്ടാ അതിന്റെ മലയാളം എന്ന് പറഞ്ഞേട്ടാ? കളഞ്ഞ് ഇടയ്ക്ക് നമ്മൾ സംസാരിക്കില്ലെന്ന്, നമ്മൾ ഭയങ്കര അറിവുള്ളവരാണെന്ന്. അതുകൊണ്ട് അർജുൻ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. അറിവുള്ളവർ നീ തന്നെ പറഞ്ഞില്ലേ. ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു കാര്യം ചെയ്യ്. നീ എന്തേലും പറഞ്ഞിട്ട് അർജുൻ 2.3 എന്നൊക്കെ എഴുതിയിരിക്കണം. അതില്ല. ഓക്കെ ബാക്ക് ടു ബാറ്ററി. അതെ, അതായിരിക്കും സേഫ്. നമുക്ക് അതിൽ ബാറ്ററി നോക്കാം. നോക്കോളൂ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. Super. 24,000 rupees ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ ശ്വേത ചേച്ചി പൈസ ഇട്ട് കൊടുത്തോളൂ. ഡാൻ. അപ്പൊ എങ്ങനെയാക്കില്ല നേരത്തെ പറഞ്ഞാലോ ആ പാട്ടിന് ഡാൻസ് ഉണ്ടോ അതോ നമുക്ക് ബ്രേക്ക് എടുക്കണോ? എങ്ങനെയാണ് ഡാൻസ് ഉണ്ടല്ലോ, അത് പറഞ്ഞ് നമുക്ക് ബ്രേക്ക് എടുക്കാം. അതെ, പാട്ട് വരട്ടെ, ഡാൻസ് കളിക്കട്ടെ. ആരും അവരവിടെ കളിക്കുമ്പോ വെറുതെ ഇവിടെ എണീറ്റ് ഡാൻസ് കളിക്കില്ല, അത് മോശമാണ്. ആ